തൃശൂർ വരന്തരപ്പിള്ളിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുത്ത കലുങ്ക് സംവാദത്തെ തുടർന്ന് ബി.ജെ.പി. പ്രവർത്തകർ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് ചേർന്നത് ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. സുരേഷ് ഗോപിയുടെ മാടമ്പി സ്വഭാവം വീണ്ടും പുറത്തു വന്നു എന്ന നിലയിൽ ഈ സംഭവം വാർത്തകളിൽ നിറയുകയുണ്ടായി. സുരേഷ് ഗോപിയുടെ പ്രജകളല്ല ഞങ്ങൾ എന്ന പ്രസ്താവനയോടെയാണ് ബി.ജെ.പി. പ്രവർത്തകരായ പ്രസാദ്, രാജശ്രീ, സുമേഷ്, ശാലിനി എന്നിവരും അവരുടെ കുടുംബാംഗങ്ങളും കലുങ്ക് സംവാദത്തിന്റെ തൊട്ടടുത്ത ദിവസം കോൺഗ്രസിൽ ചേർന്നത് എന്നായിരുന്നു വാർത്തകൾ. എന്നാൽ ഇപ്പോൾ അങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന നിലപാടിലാണ് ബി.ജെ.പി. പാർട്ടിയുടെ തൃശൂർ യൂണിറ്റിന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് നേതാക്കൾ ഈ വിഷയത്തിൽ വിശദീകരണം നൽകിയിരിക്കുന്നത്. ഇതോടെ ഈ സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചകൾ കൊഴുക്കുകയാണ്. ഈ പറയുന്ന പ്രവർത്തകർ ആരും തന്നെ കലുങ്ക് സംവാദത്തിൽ പങ്കെടുത്തിട്ടില്ലെന്നും ബി.ജെ.പി. പറയുന്നു. ഈ മാസം 18-ാം തീയതി വരന്തരപ്പിള്ളിയിൽ നടന്ന കലുങ്ക് സംവാദത്തിൽ ഞങ്ങൾ അപമാനിക്കപ്പെട്ടു എന്ന് ആരോപിച്ച് പാർട്ടി വിട്ട് ബി.ജെ.പി. പ്രവർത്തകർ കോൺഗ്രസിൽ ചേർന്നു എന്ന വാർത്ത സുരേഷ് ഗോപിയുടെ സംസാര രീതിക്ക് മേൽ വീണ്ടും ആരോപണ ശരങ്ങളുടെ കുത്തൊഴുക്കിന് തന്നെ തുടക്കം കുറിച്ചിരുന്നു. തൃശൂരിൽ ബി.ജെ.പി. ഭരിക്കുന്ന വരന്തരപ്പിള്ളി പഞ്ചായത്തിലെ 4-ാം വാർഡിൽ വെച്ചാണ് കലുങ്ക് സംവാദം നടന്നത്. ഈ വാർഡിൽ അനുഭവപ്പെടുന്ന കുടിവെള്ള പ്രശ്നത്തെക്കുറിച്ച് ബി.ജെ.പി. പ്രവർത്തകനായ പ്രസാദ് സൂചിപ്പിച്ചപ്പോൾ അവിടെ ഉന്നയിക്കേണ്ട പ്രശ്നമല്ല അതൊന്നും തന്റെ പ്രവർത്തന മേഖലയിൽപ്പെടുന്ന പ്രശ്നമല്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞതോടെ അതൊരു അപമാനമായി കാണുകയായിരുന്നു പ്രസാദ്. ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നതോടെ അപമാനിതനായി തങ്ങൾക്ക് ഇനി ഈ പാർട്ടി വേണ്ട എന്ന് തീരുമാനിച്ച് പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് പ്രസാദും സംഘവും ചേക്കേറി എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. വാർത്ത പുറത്തു വന്നതോടെ സ്ഥലത്തെ കോൺഗ്രസുകാർ അതൊരു അവസരമാക്കി കാണുകയും ആഘോഷിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ബി.ജെ.പി. വിട്ടുവന്ന പ്രവർത്തകരെ സഹർഷം സ്വാഗതം ചെയ്ത കോൺഗ്രസുകാർ വരന്തരപ്പിള്ളി മണ്ഡലം കോൺഗ്രസ് ഐ എന്ന ഫേസ്ബുക്ക് പേജിൽ പുതുതായി അംഗത്വം ലഭിച്ചവരുടെ ചിത്രങ്ങൾ സഹിതം ആഘോഷമാക്കി. വെറുപ്പിന്റെ രാഷ്ട്രീയത്തിൽ നിന്നും സ്നേഹത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട സ്നേഹിതർക്ക് വരന്തരപ്പിള്ളി മണ്ഡലം കമ്മിറ്റിയുടെ സ്നേഹം നിറഞ്ഞ ആശംസകൾ എന്നാണ് ഫേസ്ബുക്ക് കുറിപ്പ്. സുരേഷ് ഗോപിയാൽ അപമാനിതരായി എന്ന് ആരോപിച്ച് ബി.ജെ.പി. വിട്ട പ്രവർത്തകർ വാർത്താ മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്നും ബി.ജെ.പി. പ്രവർത്തകർ ആരും തന്നെ കോൺഗ്രസിലേക്ക് പോയിട്ടില്ലെന്നും കേട്ടതെല്ലാം വ്യാജമാണെന്നുമുള്ള വരന്തരപ്പിള്ളി ബി.ജെ.പിയുടെ ഫേസ്ബുക്കിന്റെ അർത്ഥം എന്താണെന്ന് കോൺഗ്രസോ പാർട്ടി വിട്ട് കോൺഗ്രസിൽ പോയെന്ന് കരുതുന്ന പ്രവർത്തകരോ വ്യക്തമാക്കിയിട്ടില്ല. ശരിക്കും എന്താണ് വരന്തരപ്പിള്ളിയിൽ സംഭവിച്ചത്? സുരേഷ് ഗോപിയോട് പാർട്ടിക്കുള്ളിൽ ഉള്ളവർ തന്നെ വൈമുഖ്യം കാട്ടുകയാണോ? സംസാര രീതി കൊണ്ടും ധാർഷ്ട്യം തുളുമ്പുന്ന ബോഡി ലാംഗ്വേജ് കൊണ്ടും സുരേഷ് ഗോപി അസഹിഷ്ണുത കാട്ടുന്നു എന്ന് നേരത്തെയും പരാതികൾ ഉയർന്നിട്ടുണ്ട്. കലുങ്ക് സംവാദത്തിനിടെ ഇതേ രീതി അദ്ദേഹം തുടർന്നുവെന്ന് കരുതുന്നവരുണ്ട്. എന്നാൽ സുരേഷ് ഗോപിയെ അപകീർത്തിപ്പെടുത്താൻ ശക്തമായ നീക്കമുണ്ടെന്ന ആരോപണവുമായി ബി.ജെ.പി. വരന്തരപ്പിള്ളി യൂണിറ്റ് കുറിച്ച പോസ്റ്റ് തൃശൂരിന്റെ സ്വന്തം കേന്ദ്രമന്ത്രിയെ രക്ഷിക്കാനുള്ള ശ്രമമായി കോൺഗ്രസും കരുതുന്നു.